സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു പുതിയ വീഡിയോ ഉണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മാസ്ക് ഉപയോഗിക്കരുത്. മാസ്ക് ഉപയോഗിക്കരുത് എന്ന് പറയാനായിട്ട് ശാസ്ത്രീയ പരീക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് സംഭവം? ഒരു ഗ്ലാസ് കണ്ടെയ്നർ, അതിനകത്ത് 2 തുളയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു മെഴുകുതിരി വയ്ക്കുന്നു, അതിന് മുകളിലേക്ക് ഈ ഗ്ലാസ് കണ്ടെയ്നർ വയ്ക്കുന്നു. അത് കഴിഞ്ഞ് മാസ്ക് ഈ ദ്വാരത്തിൻ്റെ നേരെ കൊണ്ടുവരുമ്പോൾ തീ അണഞ്ഞു പോകുന്നു. ഇത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. അതായത് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഒരു ജാറ് കമത്തി വയ്ക്കുക. അപ്പോഴത്തേക്കും അതിനകത്തുള്ള ഓക്സിജൻ കത്തിത്തീരും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് ബിൽഡപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്ലെയിം അണഞ്ഞു പോകുന്നുള്ളത്. അപ്പോൾ ഇത് കാണിച്ചിട്ട് മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാണവായു നഷ്ടപ്പെടും എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. മാസ്ക് ഉപയോഗിക്കുന്ന അബദ്ധമാണ്. ഞാനും എൻ്റെ കുടുംബക്കാരും, ഇദ്ദേഹം ഒരു നാച്ചുറോപ്പത്താണ്, ഞാനും എൻ്റെ കുടുംബക്കാരും ഒന്നും വാക്സിനോ മറ്റൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ആൻറ്റി വാക്സിൻ ക്യാമ്പയിനും ഇത് രണ്ടും നടത്തുകയാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടു കാണും. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, പുള്ളിയുടെ എക്സ്പെരിമെൻറ്റ് കറക്റ്റാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡീബങ്ക് ചെയ്യുന്നത് കാണാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം ലൂസിൽ മറ്റൊരു എപ്പിസോഡിലേക്ക്. വളരെ സിമ്പിളായിട്ട് ആദ്യം എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇദ്ദേഹം 2 ദ്വാരം എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ദ്വാരം വഴിയാണ് അകത്തേക്ക് വായു പോകുന്നതെന്നും മറ്റൊന്നിൽ കൂടെയാണ് അതിനകത്തുള്ള വായു പുറത്തേക്ക് വരുന്നതെന്നും ഒക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് അതൊക്കെ മാറ്റി നിർത്താം. എന്തുകൊണ്ടാണ് മെഴുകുതിരി അണഞ്ഞു പോകുന്നത്? അതിനകത്തുള്ള ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് തീരുന്നതുകൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മോഡലിന് പ്രോബ്ലം വന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ടത്. നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ലങ്സിന് അനലോഗസ് ആയിട്ടുള്ള മറ്റൊരു സാധനം വേണം ഡിസൈൻ ചെയ്യാൻ. അതായത് ലങ്സ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം വേണം നമ്മൾ എക്സ്പെരിമെൻറ്റിലും ഉണ്ടാക്കാൻ. പക്ഷേ ഇവിടെയുള്ളൊരു സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നം എന്താണ്? വായു തീർന്നു പോയി, മെഴുകുതിരി അണഞ്ഞു പോയി, അവിടെ മാസ്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലങ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ലങ്സിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മസിൽ വർക്ക് ചെയ്യും. ആ ക്യാവിറ്റിക്കകത്തുള്ള പ്രഷറിനകത്ത് വേരിയേഷൻ ഉണ്ടാക്കുകയും അകത്ത് ചെറിയ, അതായത് വളരെ കുറഞ്ഞ പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് അകത്തേക്ക് കൂടുതൽ വായു ഉള്ളിലേക്ക് പോവുകയും, അതായത് നമുക്ക് ശുദ്ധവായു അകത്തേക്ക് ചെല്ലുകയും അതിനുശേഷം നമുക്ക് ശക്തിയായി തന്നെ അതിനെ പുറന്തള്ളാനുള്ള മെക്കാനിസം ഉണ്ട്. എത്രത്തോളം ശക്തിയായിട്ട് പുറന്തള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ കാണാറുള്ള ഒരു സാധനമുണ്ട്, സ്പിക്മോ മാനോമീറ്റർ എന്ന് പറഞ്ഞിട്ട്, BP അപ്പാരറ്റസ് എന്നൊക്കെ പറയും. അതിനകത്ത് ഇങ്ങനെ മെർക്കുറിയുടെ പ്രഷർ കാണും. അതിനകത്ത് നമ്മളൊന്ന് ആ ബ്ലോ ചെയ്യുന്ന സാധനം ഊരിയിട്ടൊന്ന് ഊതി നോക്കണം എന്തുമാത്രം ശക്തിയാണ് നമ്മുടെ ലങ്സിനെ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു 120 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു 2.5 PSI എന്ന് പറഞ്ഞാൽ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, അതുമുതൽ ഒരു 3 PSI വരെയൊക്കെയുള്ള സ്ട്രെങ്ത്തിൽ നമുക്ക് ബ്ലോ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ ലങ്സ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് നല്ല ശക്തിയായി തന്നെ എയറിനെ എടുക്കാനും അതുപോലെ തന്നെ നല്ല ശക്തിയായിട്ട് പുറന്തള്ളാനും പറ്റും. നമുക്കറിയാം ബലൂണൊക്കെ നമുക്ക് വീർപ്പിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ലങ്സിന് ആ പ്രഷർ പുറത്തേക്ക് എക്സേർട്ട് ചെയ്യാൻ കഴിയുകയും ആ ഉള്ളിലുള്ള വായു നമുക്ക് ആ ബലൂണിനകത്തേക്ക്, ആ ബലൂണിൻ്റെ റബ്ബർ ബാൻഡിൻ്റെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ആ ടെൻഷൻ, അകത്തേക്ക് നല്ല ഞെരുക്കം ഉണ്ടെങ്കിൽ പോലും അതിന് പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് അനുസരിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കൂടുതൽ എയർ ബ്ലോ ചെയ്യുകയും അത് വീർപ്പിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ലങ്സിന് അത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യം തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്താണ്? നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഈ കോവിഡിന് വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് പൾസ് ഓക്സിമീറ്റർ? നമുക്കറിയാം, നമ്മുടെ വിരലിലേക്ക് വയ്ക്കുകയും നമ്മുടെ ബ്ലഡിനകത്തുള്ള SpO2 അല്ലെങ്കിൽ ഓക്സിജൻ്റെ സാച്ചുറേഷൻ മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഡിവൈസ്. പണ്ട് തുടക്കകാലത്തൊക്കെ ഭയങ്കര വിലയായിരുന്നു. ഇപ്പോൾ എല്ലാ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് ഈ ഓക്സിജൻ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസ്. അതിനകത്ത് നമുക്കറിയാം ഒരു 95ക്ക് താഴെ വരുമ്പോൾ മറ്റൊരു നിറത്തിലായിരിക്കും കാണിക്കുന്നത്, അതായത് ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണ് എന്ന് കാണിക്കും. 95ക്ക് മുകളിലോട്ട് അപ് ടു 100 എന്ന് നമുക്ക് ഒരിക്കലും സാച്ചുറേഷൻ കാണാറില്ല. പക്ഷേ എന്തായാലും 99, 97 ഈ ഒരു റേഞ്ചിനകത്ത് നമുക്ക് സാച്ചുറേഷൻ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇനീഷ്യലായിട്ട് ഇത് വെറുതെ മാസ്ക് ഇല്ലാതെ നിന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് ഒരു റീഡിങ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജൻ്റെ ലെവൽ അറിയാം. അത് കഴിഞ്ഞ് ഇത് ഒരു മാസ്ക് ഇട്ടിട്ട് 2 മണിക്കൂറൊക്കെ നടന്നു വന്നിട്ട് വീണ്ടും ഓക്സിജൻ സാച്ചുറേഷൻ എടുത്ത് നോക്കുക. അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും 97 മുതൽ 99 വരെയുള്ള ഓക്സിജൻ ബ്ലഡിനകത്തുണ്ടെന്ന്.
ഇനി ഇതല്ല ഒരു ക്ലിനിക്കൽ സെറ്റപ്പിലോ ഒരു ലാബറട്ടറി സെറ്റപ്പിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പോലും മെഷർ ചെയ്യാം. അത് ഒരു 35 ഒരു 45 നമ്മൾ എക്സൈൽ ചെയ്യുന്നതിനകത്ത് ഒരു 35 to 45 അത് അവിടെ തന്നെ ഉണ്ടാവും, യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഈ മാസ്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് പ്രാണവായു ഇല്ലാതെ ആളുകൾക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട് അല്ലെങ്കിൽ തട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അപ്പോൾ ഈ നാച്ചുറോപ്പതി പോലെയുള്ള ഇവർ ഇങ്ങനെയുള്ള കപടശാസ്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവർ സ്ഥിരമായി വാക്സിനെതിരെയും അതുപോലെ മാസ്ക് പോലെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാസ്ക് ആരെയും ഉപദ്രവിക്കാത്തൊരു സാധനമാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനും ഈ അസുഖങ്ങൾ തടയാനും കഴിയുന്ന ഒരു കാര്യമാണ്. മാസ്കിനുള്ളിലേക്ക് ഓക്സിജൻ കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറും. കാര്യം മാസ്കിനുള്ളിലെ സുഷിരത്തിൽ കൂടി ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. മാസ്ക് ചെയ്യുന്നത് എന്താണ്? ഡ്രോപ്ലെറ്റ്സിനകത്തുള്ള വൈറസുകളെയാണ് പ്രിവെൻറ്റ്. ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് കൂടുതലാണ്, അതുകൊണ്ടാണ് മാസ്കിനുള്ളിലേക്ക് കയറാത്തതും നിങ്ങൾക്ക് അസുഖം വരാത്തതും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകളിൽ വീണ് പോകാതിരിക്കുക. കോപ്പിറൈറ്റ് സ്ട്രൈക്കിൽ ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമെന്നുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഓരോരോ വാചകങ്ങളായിട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് അത് പൊളിച്ച് ഡീബങ്ക് ചെയ്തേനെ. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ളതില്ല. ഇവരൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണ്, പെട്ടെന്ന് ക്ഷുഭിതരാവും അവരുടെ വീഡിയോ എടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഉപയോഗിക്കാത്തത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലത്തെ ശാസ്ത്ര വിഷയങ്ങൾ കാണണം താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ബാക്കിയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായി അല്ലെങ്കിൽ ശാസ്ത്ര വിഷയമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.